ആ ഡിസബിലിറ്റി സെൻസസിലാണ് ഈ രാജ്യത്ത് ആദ്യമായി ഈ കമ്മ്യൂണിറ്റിയിൽ എത്ര നമ്പർ ആളുകളുള്ള സ്റ്റേറ്റിനൊരു കണക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ആ കണക്ക് അവിടെ നിന്നിട്ട് 10 വർഷം. ഈ 13 വയസ്സിലും ഈ കുട്ടി തൊട്ടിൽ കിടക്കാൻ കാരണം ആ അമ്മക്ക് സൗകര്യം അതാണ്. അതിൽ പല ഫൈൻഡിങ്സും സ്ഫോടനാത്മകമാണ് എന്നാൽ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആ ഇമോഷണൽ എസ്കലേഷനാണ് പലപ്പോഴും അക്രമമായിട്ട് പുറത്തേക്ക് വരുന്നത്. അവർക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് പല ആളുകളും ചെറുപ്പത്തിലേയുള്ള ഇതിനോട് അസോസിയേറ്റ് ചെയ്തെന്തോ മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ കയറിയിട്ടുണ്ടെന്നൊക്കെ വിശ്വസിച്ച് ഈ ആളുകൾ ഒരിക്കലും സമൂഹം കാണാത്ത രീതിയിൽ അടച്ചു വെച്ച രീതിയിൽ തന്നെയാണല്ലോ. ഞാൻ ഈ ചോദ്യത്തിന് ഒരു മലയാളിയായിട്ട് മറുപടി പറയണോ, ഒരു സൈക്കോളജി എക്സ്പേർട്ട് എന്നുള്ളവർക്ക് മറുപടി പറയണോ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക് മറുപടി പറയണമെന്ന്. ഏതായാലും കേരളത്തിൽ ആദ്യമായാണ് ഒരു മാധ്യമ സ്ഥാപനം ഈ വിഷയത്തെ ചർച്ചക്കെടുക്കുന്നത്. ആളുകൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റും അവരെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ആ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഫിസിക്കലി തന്നെ ആവണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു വാമത്ത്, പരിഗണന, ഒരു ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യം, എല്ലാവരും ഉള്ളിലും ആ പരിഗണന ആഗ്രഹിക്കുന്ന. ഇന്ന് നമ്മളോടൊപ്പം ടൈം ലൈൻ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് അബ്ദുൽ ഷുക്കൂർ ടി.കെ. അദ്ദേഹം നിലവിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അദ്ദേഹം ഒരു മനഃശാസ്ത്ര അധ്യാപകനാണ്. ബ്ലൈൻഡ് ഡെഫ് ഏരിയയിൽ ഒരു വിദഗ്ധനും കൂടിയാണ് അബ്ദുൽ ഷുക്കൂർ ടി.കെ. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. താങ്ക് യു. ബ്ലൈൻഡ് ഡെഫ് അഥവാ ബധിരാന്തത, ഇതാണ് അബ്ദുൽ ഷുക്കൂറിൻ്റെ ഒരു പ്രധാന ഏരിയ. നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ സംഭാഷണം ആരംഭിക്കാം. എന്താണ് ബ്ലൈൻഡ് ഡെഫ് അഥവാ ബധിരാന്തത? ഓക്കെ, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയമാണ്. ഡെഫ് ബ്ലൈൻഡ്നെസ് അഥവാ ബധിരാന്തത എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരു വ്യക്തിയിൽ തന്നെ അന്ധതയും ബധിരതയും, അത് പൂർണ്ണമായും 100% അന്ധതയും ബധിരതയും വരണമെന്നില്ല, അങ്ങനെയുള്ള കേസുകളുണ്ട്. അതേസമയത്ത് അന്ധത പൂർണ്ണമായും ബധിരത ഭാഗികമായും, അല്ലെങ്കിൽ ബധിരത പൂർണ്ണമായും അന്ധത ഭാഗികമായും, ഇനി രണ്ടും ഭാഗികമായി ഉണ്ടാവുന്ന കേസുകളും ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ 2 പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻസിനെ ബാധിക്കുന്നതോടുകൂടി ഇതൊരു സാധാരണഗതിയിൽ നമ്മളെന്താ പറയുക 1+1 = 2 ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു 1+1 ഒരിക്കലും 2 അല്ല. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഡെപ്തിലാണ് ഇതിൻ്റെ ഒരു എക്സ്പൊണൻഷ്യൽ പ്രയാസം ഉണ്ടാകുന്നത്. അതാണ് ഡെഫ് ബ്ലൈൻഡ്നെസ്സിനെ മറ്റു വൈകല്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഡിസബിലിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഡിസബിലിറ്റീസിനെ പറ്റി പറയുമ്പം പബ്ലിക്കിൽ നമ്മൾ ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പബ്ലിക്കിൽ കാണലുണ്ട്. പക്ഷേ പലർക്കും ഡെഫ് ബ്ലൈൻഡിനെ പറ്റി അറിയില്ല, പലരും കണ്ടിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യം ഉടലെടുക്കുന്നത് പൊതുവെ ഇവരുടെ വിസിബിലിറ്റി കുറവായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, ഒരു പക്ഷേ ബെസ്റ്റ് ഓഫ് നോളജ്, കാരണം ഈ മേഖലയിൽ എക്സ്പെർട്ടുകൾ കുറവാണ്. ഏതായാലും കേരളത്തിൽ ആദ്യമായാണ് ഒരു മാധ്യമ സ്ഥാപനം ഈ വിഷയത്തെ ചർച്ചക്കെടുക്കുന്നത്. അതിലുള്ള ഒരു സന്തോഷം ഈ മേഖലയിലെ ഒരു എക്സ്പെർട്ട് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പങ്കുവെക്കട്ടെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ ഇതിൻ്റെ എന്താണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഒരേ സമയത്ത് കാഴ്ചയും കേൾവിയും പോകുന്നതോടുകൂടി ഇതിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും വീടുകൾക്കകത്ത് ആണ് ഉള്ളത്. മറ്റൊന്ന്, ചില ആളുകളെങ്കിലും ഇത് കാരണമുള്ള അവരുടെ വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥ കൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് പല ആളുകളും ചെറുപ്പത്തിലേയുള്ള ഇതിനോട് അസോസിയേറ്റ് ചെയ്തെന്തോ മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ കയറിയിട്ടുണ്ടെന്നൊക്കെ വിശ്വസിച്ച് ഈ ആളുകൾ ഒരിക്കലും സമൂഹം കാണാത്ത രീതിയിൽ അടച്ചു വെച്ച രീതിയിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡിസബിലിറ്റിയുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇനിയും പുറത്തേക്ക് വരാൻ കഴിയാത്ത മനുഷ്യരെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഊന്നി പറയണേ, കേരളത്തിൽ ആദ്യമായാണ് ഒരു മാധ്യമ സ്ഥാപനം ഇതിനെ ചർച്ചക്കെടുക്കുന്നത്. താങ്ക് യു. ഇപ്പം നമ്മൾ ഹെലൻ കെല്ലറൊക്കെ നേരിടുത്ത പ്രതിസന്ധി ഇത് തന്നെയാണ്. നോക്കൂ, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഹെലൻ കെല്ലറെ കുറിച്ചു, ഞാനും ഷാഫ്ക്കൊക്കെ പഠിച്ചു. ഇതൊക്കെ സംഭവിക്കുന്നത് 1800-കളിലാണ്. ആ കാലഘട്ടത്തിൽ ആ ഹെലൻ കെല്ലറിനെ പോലും പഠിപ്പിക്കാൻ ഒരു ആനി സുലിവൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ആനി സുലിവന്മാരെ ഉണ്ടാക്കുന്ന ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സ് 2000-ന് ശേഷമാണ് ആരംഭിക്കുന്നത്. 2000-ന് ശേഷം ആരംഭിച്ച് 26 വർഷമായി. എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ പോലും ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾ എനിക്ക് തോന്നുന്ന ഒരു 10-ൽ താഴെ ആൾക്കാരെ
ഉള്ളൂ. കാരണം നമുക്ക് കൃത്യമായി ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആരും എന്തുകൊണ്ട് പഠിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, നമുക്കൊരു തൊഴിൽ വേണ്ടേ. ഈ തൊഴിൽ കൊടുക്കാൻ ഇന്നിവിടെ സംവിധാനങ്ങളില്ല. പക്ഷേ ഇതിനോടൊപ്പം ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ. കേരളത്തിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്പെഷ്യൽ സ്കൂൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. ഞാൻ ആ വിദ്യാലയത്തിലാണ് എൻ്റെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും. സ്ഥലം മങ്കട. കേരളത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്കൂളും ഈ വള്ളിക്കാപ്പറ്റയിലാണ്. ആ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെയാണ് ഈ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂൾ ഉള്ളത്. അതുപോലെ തന്നെ കോട്ടയം സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു NGO ചെറിയ രൂപത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ മേഖല ഇന്ന് പൂർണ്ണമായും ആരും അവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ്. സ്വാഭാവികമായും സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരോട് സൊസൈറ്റിക്ക് പൊതുവേ അവർ പരിഗണിക്കാത്തൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിനെ ആരും ഇതുവരെ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന? അതാണ് ഞാൻ നേരത്തെ ചർച്ചയിൽ നിന്ന് മാറിപ്പോയെന്ന് തോന്നുന്നു. അതായത് ഇവര് വിസിബിലിറ്റി വരണമെങ്കിൽ ഇവർ നമ്മുടെ സമൂഹത്തിൽ വരണമല്ലോ. ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഉള്ളത് അവർ വീടകങ്ങളിലാണ്. നോക്കൂ, നമ്മുടെ കണ്ണ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു, കാതുകൾ കേൾക്കുന്നില്ല. പിന്നെ ആ മനുഷ്യനുള്ളത് ഇൻസെക്യൂരിറ്റിയാണ്. പല കുട്ടികളും, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി പറയാം. ഒരു കുട്ടിയെ ഞാൻ ആദ്യമായി മീറ്റ് ചെയ്യുന്ന കുട്ടിയുടെ 13ാമത്തെ വയസ്സിലാണ്. ആ 13ാമത്തെ വയസ്സിലും ആ കുട്ടി തൊട്ടില്ലാണ്. ആ തൊട്ടിലേക്ക് ആദ്യമായി വരുന്ന ഈ കയ്യ് നോക്കൂ. ഒരു കുട്ടിയെ തൊട്ടിലിന്റെ പ്രായം തന്നെ നമ്മൾ 2 വയസ്സോടെയൊക്കെ തൊട്ടിൽ അവസാനിക്കും. ഈ 13 വയസ്സിലും ഈ കുട്ടി തൊട്ടിൽ കിടക്കാൻ കാരണം ആ അമ്മക്ക് സൗകര്യം അതാണ്. കാരണം ആ കുട്ടി എണീറ്റ് നടന്ന കുട്ടി തട്ടി വീഴും. ആ കുട്ടിയോട് വീഴും മോനെ എന്ന് പറഞ്ഞാൽ കൂടെ. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഏകദേശം ഒരു 80% പ്ലസ് ഡെഫ് ബ്ലൈൻഡ് ആയിരുന്നു. പക്ഷെ ഒരു സന്തോഷമുള്ളൊരു കാര്യം, ആ കുട്ടിയെ നമ്മൾ ആദ്യമായി കൊണ്ടുപോയി കൈ ടച്ച് ചെയ്ത് ആ കൈ ഇങ്ങനെ നോക്കി ഇത് അപകടമുള്ള ആളാണോ പ്രശ്നക്കാരനാണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം ആ കുട്ടി കൈ തരുന്നത്. സ്ലോലി നമ്മളൊരു പുഷ് കൊടുക്കുമ്പോൾ തന്നെ തൊട്ടിയിൽ എഴുന്നേറ്റിരുന്നു. അപ്പോൾ അമ്മ നേരിട്ട് കൊണ്ടുപോയി ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ ജസ്റ്റ് ആ ഭക്ഷണം തരാൻ സ്മെല്ല് ചെയ്യിപ്പിച്ചു. ആ സ്മെല്ല് ചെയ്യിപ്പിച്ച് വീണ്ടും നമ്മളെ കയ്യിൽ ടച്ച് ചെയ്തു. നമ്മളെ കൊടുത്തതെന്ന് മനസ്സിലായി കൈ വലിച്ചു. പക്ഷെ സ്ലോലി ഈ കുട്ടി അതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി. അപ്പം നമ്മൾ പാരൻസിന് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടെന്ന് അന്ന് ഞാനവിടെ ഇന്റേൺഷിപ്പിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർക്ക് ഇൻസെക്യൂരിറ്റി ശക്തമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ഈ വരുന്നത് ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പാരൻസ് എപ്പോഴും സേഫ് കസ്റ്റഡിയിൽ വീട്ടിൽ വെക്കുന്നു. കാരണം വാഹനം ഇടിക്കാതിരിക്കാൻ കാണൂല, വണ്ടി ഹോൺ അടിച്ചാൽ കേൾക്കൂല. സോ ആ സേഫ് കസ്റ്റഡിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വിസിബിലിറ്റി ഇല്ലാത്ത. ഒരു പക്ഷേ നമ്മളൊക്കെയും നിത്യജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ വരെ ഇത്തരം കുട്ടികളുണ്ടാവും. വയ്യാത്ത കുട്ടി എന്ന ഒരു ടാഗിൽ ആ വയ്യായിക എന്താണെന്നുള്ള ഒരു പ്രോപ്പർ അസസ്മെന്റ് പോലും യഥാർത്ഥത്തിൽ സംഭവിക്കും. ഇപ്പോൾ അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു, ഈ ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, അങ്ങനെ കുട്ടികൾ വീടകങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ നമ്മളോട് സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇവരെ സൊസൈറ്റിയായിട്ട് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അതെങ്ങനെയാണ് നടക്കുക? ഓക്കെ, ഇവരുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് മറ്റുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ നിന്നൊരല്പം വിഭിന്നമാണ്. കാരണം ഇവർക്ക് എപ്പോഴും ഒരു പാരൻ്റൽ കെയർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാരൻസിനെ എംപവർ ചെയ്തുകൊണ്ടുള്ള റീഹാബിലിറ്റേഷനാണ് നടക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേഖലയിലുള്ള എക്സ്പേർട്ടുകളുടെ ഒരു കുറവ്. ഇനി ഉള്ള എക്സ്പേർട്ടുകൾക്ക് പോലും ആ ടാഗിൽ, അതായത് ഒരു ഡെഫ് ബ്ലൈൻഡ്നെസ്സിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന ടാഗിൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു ജോലിയില്ല. അങ്ങനെ ഒരു സ്പെസിഫൈഡ് തൊഴിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ കാരണം താരതമ്യേന ഈ ആളുകളുടെ നമ്പർ മറ്റ് ഡിസബിലിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതിനകത്തുള്ള ഒരു ചെറിയ സന്തോഷം ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ സ്റ്റേറ്റിലാണ്, നമുക്കറിയാമല്ലോ, മറ്റേ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ഡിസബിലിറ്റിയും KSSM നടത്തിയ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സർവേ 2014-15 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഒരു ഡിസബിലിറ്റി സെൻസസ് നടത്തിയത്. ആ ഡിസബിലിറ്റി സെൻസസിലാണ് ഈ രാജ്യത്ത് ആദ്യമായി ഈ കമ്മ്യൂണിറ്റിയിൽ എത്ര നമ്പർ ആളുകളുള്ള സ്റ്റേറ്റിനൊരു കണക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ആ കണക്ക് അവിടെ നിന്നിട്ട് 10 വർഷമായി. ഇതുവരെ അതിനകത്ത് യാതൊരു വർക്കും ഇല്ല. കാര്യം അത് ഗവൺമെന്റുകളുടെ പ്രശ്നമല്ല. ആ കണക്കെടുക്കുന്ന സമയത്തുള്ള ഗവൺമെന്റ് മാറി, വീണ്ടും ഗവൺമെന്റ് മാറി, വീണ്ടും ഗവൺമെന്റ് മാറി. ഇതിനുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ ഇല്ല. ഈ ഉള്ള ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മൊബിലൈസ് ചെയ്യണമെന്ന് പറയാൻ NGOകളും
യഥാർത്ഥത്തിൽ ഇവിടെ കുറവാണ്. കാര്യം ഇതിനെ ശരിക്കും സെൻസറ്റൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇവരിലേക്കുള്ള ഒരു സ്റ്റെപ്പെങ്കിലും റീഹാബിലിറ്റേഷൻ സാധ്യമാവും. ഈ റീഹാബിലിറ്റേഷൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു സർക്കാർ സംവിധാനങ്ങൾ വന്നു, അല്ലെങ്കിൽ NGO ലെവലിലുള്ള സംവിധാനങ്ങൾ വന്നു, അല്ലെങ്കിൽ വ്യക്തികൾ അതിനുവേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഇവരെ സൊസൈറ്റിയായിട്ട് കൂടുതൽ ഇടപഴകുന്ന രൂപത്തിൽ കൊണ്ട് മറ്റുള്ള ഡിസബിലിറ്റി ഏരിയകളിൽ നടക്കുന്ന മാതിരി എങ്ങനെയായിരിക്കും ഇവർ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക? നോക്കൂ, ഇപ്പോൾ നമുക്കറിയാം ഈ ലാസ്റ്റത്തെ ഒരു 10 വർഷത്തിൻ്റെ പ്രത്യേകത, 10 വർഷമായിട്ട് നമ്മളുടെ അടുത്ത് ഡാറ്റ തന്നെ ഉള്ളൂ, അതുവരെയുള്ള ഡാറ്റ പോലുമില്ല. ഈ ഒരു 10 വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ കാലമാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്തിൽ ഇത്തരം പരിമിതികൾ ഉണ്ടായിട്ടും അതിനെ മറികടന്ന ആളുകളുടെ സക്സസ് മോഡൽ ഇപ്പോൾ നമുക്കറിയാം. ഓരോ ഏരിയയിൽ എടുത്തു കഴിഞ്ഞാലും വളരെ പോപ്പുലറായ ഒരുപാട് ഫിഗേഴ്സ് കേരളത്തിൽ വ്യത്യസ്ത ഡിസബിലിറ്റി മേഖലകളുണ്ട്. അതേപോലെയുള്ള ഒരു കുട്ടിയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സക്സസ് സ്റ്റോറി, ഇപ്പോൾ അതിനൊരു തുടക്കമാവട്ടെ ടൈം ലൈനിൻ്റെ ഇൻ്റർവ്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സക്സസ് സ്റ്റോറി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആളുകൾ ഷെയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ജനുവരിയിൽ, ഈ 2026 ജനുവരിയിൽ ഒരു പെൻഗിനായിരുന്നെങ്കിൽ ഈ ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പഞ്ച് എന്ന് പറഞ്ഞ മങ്കിയുടെ പുറകെയാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ചില കാര്യങ്ങൾ ട്രെൻഡിങ് ആയി വരുന്നത്. ആ രീതിയിൽ ഇത്തരം ആളുകളുടെ ഒരു സക്സസ് സ്റ്റോറിയെ പുറത്തു കൊണ്ടുവരാൻ ആർക്കെങ്കിലും ഏതെങ്കിലും കേരളത്തിൽ ഒരു ദൃശ്യമാധ്യമത്തിന് സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മേഖലയിലുള്ള ചെറിയ ചില ഇടപെടലുകളെങ്കിലും ഉണ്ടായി തുടങ്ങുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പങ്കിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, കാരണം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആനിമൽ കിങ്ഡത്തിൽ ഇങ്ങനൊരു ബിഹേവിയർ ആൾക്കാർക്ക് ഉണ്ടാവുന്നതും, പിന്നെ പങ്ക് പിന്നെ തിരിച്ച് അവരുടെ തന്നെ ഒരു സർക്കിളിൽ അവരുടെ എക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരുമായിട്ട് വീണ്ടും ഇടപഴകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പങ്ക് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഓക്കെ, നമുക്ക് സൈക്കോളജിയിലെ നമ്മൾ ഇന്ന് ആധികാരികമായി പഠിക്കുന്ന എല്ലാ ലേണിംഗ് തിയറീസും എല്ലാം നമ്മൾ ഇവോൾവ് ചെയ്തെടുത്തത് അനിമൽ ബിഹേവിയറിനെ കമ്പയർ അല്ലേ. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പാവ്ലോവിൻ്റെയോ സ്കിന്നറുടെ ഒക്കെ എക്സ്പെരിമെൻ്റ് നടക്കുന്നത് ഡോഗിലും അതേപോലെ തന്നെ പൂച്ചയിലും പ്രാവിലും ഒക്കെയാണ്. ആൻഡ് വെരി റയർലി ചിമ്പാൻസിയിലും നടന്ന, ഇപ്പം കോഹ്ലറൊക്കെ നടത്തിയ എക്സ്പെരിമെൻ്റ് ചിമ്പാൻസിയിലാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അനിമൽ ബിഹേവിയർ തന്നെ നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹാർലോ 1950-60 കാലഘട്ടത്തിൽ അറ്റാച്ച്മെൻറ്റുമായി നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും ഈ ട്രെൻഡിങ് ആയ കാഴ്ചയിലുള്ളത്. ആ എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്. ഹാർലോ ഒരു എത്തിക്കൽ അല്ല എക്സ്പെരിമെൻ്റ്, ഒരു കുഞ്ഞിനെ, ഒരു മങ്കിയുടെ കുഞ്ഞിനെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റുന്നു. എന്നിട്ട് സിമിലർ സൈസുള്ള ഒരു സോഫ്റ്റായ ഒരു മങ്കിയുടെ രൂപവും വളരെ ഹാർഡായിട്ടുള്ള വയേർഡ് മെഷൊക്കെ ഉള്ള ഒരു അമ്മയുടെ രൂപം ഉണ്ടാക്കുന്നു. ഈ വയേർഡായ അമ്മയുടെ രൂപത്തിൽ ചെല്ലുന്ന സമയത്ത് അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, എക്സ്ട്രാ അഡീഷണൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഇപ്പോഴും ഈ സോഫ്റ്റായ മങ്കിയുടെ അടുത്ത് പോകാനാണ് ആ കുട്ടി കാണിച്ചത്. സിംപ്ലിലി ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോൾ ബസ്സിൽ വരുമ്പോൾ ഒക്കെ ഇതന്നെയാണ് യൂത്ത് എല്ലാവരും നോക്കുന്നത്. എനിക്ക് തോന്നിയൊരു ഇൻസൈറ്റ് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ എല്ലാവരും ആ ഒരു സോഫ്റ്റായ ഒരു ടച്ചും ഹഗ്ഗൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാരൻ്റ് എന്നുള്ളതല്ല. അപ്പോൾ നമ്മളുടെ വർക്ക് സ്പേസിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെയും ആളുകൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റും അവരെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ആ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഫിസിക്കലി തന്നെ ആവണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു വാമത്ത്, പരിഗണന, ഒരു ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യം, എല്ലാവരും ഉള്ളിലും ആ പരിഗണന ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ഈ സ്റ്റോറിയിൽ, അതായത് ഇപ്പം ഇത് ജപ്പാനിലെ ഒരു സൂവിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ മാതാവ് തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി പോകുന്നു. അതിനുശേഷം പിന്നെ മറ്റുള്ളവർ ഈ കുട്ടിയെ അകറ്റി നിർത്താൻ നോക്കുന്നു. അപ്പം അകറ്റി നിർത്തുന്നത് കൂടുന്ന കണ്ടുകൊണ്ടാണ് സൂ ഒഫീഷ്യൽസ് ഈ പിന്നെ ഇപ്പം നിലവിൽ ഒറാമാമ എന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ഒറാങ്ങുട്ടാൻ്റെ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കൂടുതൽ അടുത്ത് വരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഗ്രാജ്വലി ഒരു ചേഞ്ച് ബിഹേവിയർ ഉണ്ടാവും, തിരിച്ച് ഈ ഗ്രൂപ്പിലേക്ക് തന്നെ വരുന്നു. ഈ തിരിച്ചുവരവ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ്? നമുക്ക് ഓരോ മനുഷ്യനല്ല, ഓരോ സ്വന്തം ട്രൈബിലേക്കുള്ള തിരിച്ചുവരവ്. എക്സാക്ട്ലി. ഓരോ ജീവിയും അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വന്തം സൊസൈറ്റിയിലേക്കുള്ള ഒരു കൂടിച്ചേരൽ, അഫിലിയേഷൻ, ദ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ആ നീഡ് ഫോർ അഫിലിയേഷൻ ഉണ്ടാകുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ ഓരോ ജീവിക്കും അതിൻ്റേതായ ഇമോഷണൽ എക്സ്പ്രഷനാണ്. ഇത് മങ്കി ആയതുകൊണ്ട് കുറേ കൂടി മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനോടുള്ളൊരു കുറേ കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. അങ്ങനെ ഒരു ഇൻറ്റേർണൽ സംഗതി കൂടി അവിടെ സംഭവിക്കും. ഇത് യഥാർത്ഥത്തിൽ ജൈവികമായി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള മോട്ടിവേഷനിലെ ഒരു പ്രധാനപ്പെട്ട മോട്ടിവേഷനാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം അത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു, അല്ലെ, അതാണ് റീസെന്റ് സക്സസ് സ്റ്റോറി. നമ്മൾ ഈ ഡെഫ് ബ്ലൈൻഡ് വിഷയത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലവിൽ ഡാറ്റ ഉണ്ടെങ്കിൽ കേരളത്തിൽ എത്രത്തോളം ഇതുപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഓക്കെ, നമ്മുടെ അടുത്തുള്ള 2 ഡാറ്റകളാണുള്ളത്. ഒന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 76,000+ ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നു. ഇതിന് യാതൊരു സാമ്പിൾ സർവേയുടെ ഒന്നും പിൻബലമില്ല. ചില NGOകൾ കാലങ്ങളായിട്ട്, ആദ്യം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 50,000 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലേക്ക് ഇത് വരുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് ഡാറ്റ എനിക്ക് ഓർമ്മയില്ല, ഒരു 700 to 1,000 ഇടയിലുള്ള ആൾക്കാർ, ആ സർവേക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതിനകത്ത് തന്നെ അത്രയും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 2000 മേലെങ്കിലും, നമുക്ക് ഏകദേശം നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2-3 ആളെങ്കിലും ഓൺ ആൻ ആവറേജ് ഉണ്ടാവും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഡെഫിനിഷനിലുള്ള വൈവിധ്യമാണ്. നമ്മളിപ്പോൾ ഡെഫ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞത് പൂർണ്ണമായും അന്ധരായ, പൂർണ്ണരായും ബധിരരായ ആൾക്കാരെ കണക്കാണ് നമ്മൾ പറഞ്ഞത് 700+. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അത് കാരണം അത് 2014 അവിടെ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് 2026. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രോഗ്രഷൻ എന്തായാലും ഉണ്ടാവും. മറ്റൊരു കാര്യം, ഒരു ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻക്ലൂസീവ് വിദ്യാലയത്തിലോ അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയുടെ വിദ്യാലയത്തിലോ പഠിപ്പിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള പരിഗണനയാണ് കിട്ടുക. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ആ കുട്ടിക്ക് ഒരു വിഷ്വൽ പ്രോബ്ലം കൂടി വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ കുട്ടി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് നോട്ട് ഫിറ്റ് ഫോർ ദ റിയൽ എഡ്യൂക്കേഷൻ ഈസ് ഗോയിങ്. സോ ദേ നീഡ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ. സോ ഈ മേഖലയിൽ പഠിച്ചൊരു ഒരാളെന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏർലി ഇൻ്റർവെൻഷൻ പൂർണ്ണമായും അവർക്ക് ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുക. ഇതിനകത്ത് വളരെ റയർ ആയിട്ടുള്ള ഒരു കേസുണ്ട്, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറഞ്ഞ ഒരു കേസുള്ള കുട്ടികൾ. അതോടൊപ്പം തന്നെ അവർക്കൊരു അഷർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പാരമ്പര്യ രോഗം കൂടി വന്നു കഴിഞ്ഞാൽ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ കുറയും. എന്നിട്ട് 13ാമത്തെ വയസ്സൊക്കെ എത്തുന്നതോട് ഒരാൾ പൂർണ്ണമായിട്ട് ഡെഫ് ബ്ലൈൻഡ് ആവും. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആ കുട്ടി അതിൻ്റെ അഡോളസെൻസിലേക്ക് എത്തുന്നതോട് കൂടി പൂർണ്ണമായും ഒരു ഇൻസെക്യൂരിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പ്രസവത്തിന് ശേഷമുള്ള സ്ക്രീനിങ്ങുകൾ ഒന്നുകൂടി ഇൻറ്റൻസീവ് ആക്കുകയും നമ്മളെ ഡോക്ടേഴ്സിന്, അംഗൻവാടി ടീച്ചേഴ്സിന്, ആശമാർക്ക്, നമ്മളെ അധ്യാപകർക്ക് എല്ലാവർക്കും ഈ ഡെഫ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുകയും ഇവർക്ക് ഇൻറ്റൻസീവായിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡിലുള്ള എക്സ്പോഷർ കിട്ടുകയും പിന്നീട് അവരെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് വരികയും വേണം. ഈ ഏർലി ഇൻ്റർവെൻഷൻ മുതൽ പിന്നെ ഇവരുടെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഇതുപോലുള്ള സംഗതികൾ വരില്ല. ഇതിനകത്ത് നിലവിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഏതെങ്കിലും മോഡലുകൾ അങ്ങനെ സംഗതികൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 1800-കളിലാണ് ഹെലൻ കെല്ലറുടെ കഥ. അവിടെ ഇന്ന് പെർക്കിൻസ് സ്കൂൾ, അതാണ് ബോസ്റ്റണിൽ US-ൽ, ഈ സ്കൂളിലാണ് ഡെഫ് ബ്ലൈൻഡ്നെസ്സിൽ ഏറ്റവും വലിയ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ലോകത്ത് 100 കണക്കിന് വർഷങ്ങളായി നടക്കുന്നത്. അവർക്ക് വളരെ സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു സക്സസ് മോഡൽ പറയാവുന്നത് ഒരു ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മുംബൈയിൽ, ബൈക്കുളയിൽ. അവിടെ അവർ സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട്. ആൻഡ് ഹോപ്പ് ഷാപ്പ് ഓർക്കുന്നുണ്ടാവും, സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അമിതാഭ് ബച്ചനെ ആ ലാംഗ്വേജ് പഠിപ്പിച്ചെടുത്തത് ഒരു പയ്യനാണ്, ആ സ്കൂളിലുള്ള ഒരു പയ്യനാണ്. ആൻഡ് അവിടെ നിന്ന് ഒരുപാട് ഇന്ന് നമ്മളറിയുന്നില്ല എന്നുള്ളൂ, ലോകം അറിയുന്ന ഒരുപാട് ആളുകൾ, എക്സ്പേർട്ടുകൾ വന്നിട്ടുണ്ട്. അവരുടെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ അവസാന അറ്റമാണ്. അവിടേക്ക് എത്തുക എന്നുള്ള ചിന്ത ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹത്തരമായ സംഗതിയാണ്. നമ്മൾ ബേസിക്കലി ആദ്യം ഇവരെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവട്ടെ, അവരുടെ ഡേറ്റ ഉണ്ടാവട്ടെ, അവരുടെ ഏർലി ഇൻ്റർവെൻഷൻ ഉണ്ടാവട്ടെ. പാരലലി ഇന്ന് ഇതൊന്നും പെടാത്ത ഒരു 20 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ഒരു ബേസിക് എന്താ പറയുക ഡിഗ്നിറ്റിയെ നിലനിർത്തുന്ന രീതിയിലുള്ള വൊക്കേഷണൽ സെൻറ്റേഴ്സ് ഉണ്ടാവണം. അതിന് നമ്മൾ പുതിയ സെൻറ്റേഴ്സ് ഉണ്ടാക്കാതെ നിലവിലുള്ള സെൻറ്റേഴ്സിൽ ഇവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള
കാര്യങ്ങളുണ്ടാവട്ടെ. ഇവർക്കൊരു നോർമൽ ലൈഫ് പോസിബിൾ ആണോ? സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. അതിൽ ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നത് മലയാളിയായ പൂർണ്ണമായും ഡെഫ് ബ്ലൈൻഡ് ആയ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർക്കണം, ആനി മാത്യു. ഈസ് ഫ്രം പത്തനംതിട്ട. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 മക്കളുണ്ട്. മക്കൾ സാധാരണ കുട്ടികൾ, സാധാരണ ഇൻവെർട്ടർ കോമയിലിട്ട് സാധാരണ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് കൃത്യമായി ഈ പാരൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഇവർ പഠിച്ചത്. ഇത് ഓരോ ആൾക്കും വരുന്ന ഈ ഡിസബിലിറ്റിയുടെ വൈവിധ്യത്തിനനുസരിച്ച്, ഈ ഡെഫ് ബ്ലൈൻഡ്നെസ്സിൽ തന്നെ പല ടൈപ്പ്. ചില ആൾക്കാർ ആംഗ്യ ഭാഷയെ തൊട്ടിട്ടാണ് മനസ്സിലാക്കുക. ആംഗ്യ ഭാഷയെ ഒരാൾക്ക് തൊട്ടിട്ട് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇയാൾ ആംഗ്യ ഭാഷ കാണാനുള്ള ഒരു മിനിമം വിഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ആദ്യം ഹിയറിംഗ് ഉണ്ടാവും, പക്ഷെ പിന്നീട് കാഴ്ച പോകുമ്പോൾ അവർ ബ്രെയിൽ വായിച്ചിട്ടുണ്ടാവും. ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് അടുത്ത ടൈമിൽ അവർക്ക് ബ്രെയിലിൽ വായിക്കാനും അവരയക്കുന്ന മെസ്സേജ് തിരിച്ച് നമുക്ക് വരാനൊക്കെ ഉള്ള ടെക്നോളജി. അപ്പോൾ ഇവർക്ക് ജീവിതം സാധ്യമാണ്. ആനി മാത്യു വിവാഹിതനാണ്, മക്കളുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഇവിടെ തൊഴിലവസരം ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബിൽ ഒരു ഇതേപോലത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അയാളുടെ ഒരു ഇൻ്റർവ്യൂ കൂടി നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഡെഫ് ബ്ലൈൻഡ് കോൺവെർസേഷനിൽ നിന്നും താങ്കളുടെ മറ്റൊരു എക്സ്പെർട്ടൈസിലേക്ക് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്കൾ ഒരു മനഃശാസ്ത്ര വിദ്യാഭ്യാസ, അതായത് വിദ്യാർത്ഥികളെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നൊരു, അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് മറ്റും ഹെൽപ്പും ചെയ്യുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ മൊത്തം കേരളത്തിലെ ക്രൈം സ്റ്റോറീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ 18-ന് താഴെയുള്ള ആളുകളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, അത് മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, അല്ലാണ്ട് സൊസൈറ്റിക്കുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് കുടുംബത്തിലൊക്കെ ഒറ്റപ്പെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ കുറേ സംഗതികളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, ഒന്ന് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയും വാർത്താമാധ്യമങ്ങളും സജീവമായതുകൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ മുന്നോട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഈ സാഹചര്യം എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ ക്രിമിനൽസ് ഒരുപാട് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം. ഞാൻ ഈ ചോദ്യത്തിന് ഒരു മലയാളിയായിട്ട് മറുപടി പറയണോ, ഒരു സൈക്കോളജി എക്സ്പേർട്ട് എന്നുള്ള ആൾക്ക് മറുപടി പറയണോ, ഒരു അധ്യാപകൻ എന്നുള്ള ആൾക്ക് മറുപടി പറയണമെന്ന് ഒരു ചോദ്യം ഉണ്ട്. എന്താ വിഷയം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന അക്രമവാസന എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടെയുള്ളതാണ്. ഫ്രോയിഡ് പറയുന്നത് അക്രമവാസനയും അടിച്ചമർത്തപ്പെട്ട ലൈംഗികതയും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. സാഹചര്യം വരുമ്പോൾ അത് പുറത്തെയാണ്. ഈ പറയുന്ന ഞാനും ഷാബ്ക്കൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിൽ ക്രൈമുണ്ട്, അക്രമവാസനയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വിസിബിലിറ്റി കുറവായിരുന്നു. ഇന്ന് നമുക്ക് വിസിബിലിറ്റി വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ആൻഡ് വിസിബിലിറ്റി കൂടുക മാത്രമല്ല, ഇതിനകത്ത് BGM ചേർത്തിട്ട് വലിയ ക്രൈം പോലും ആഘോഷിക്കപ്പെടുകയും ആ ആഘോഷത്തെ വീണ്ടും എടുത്ത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, നമ്മൾ മാറിയ ജീവിത സാഹചര്യമാണ്. നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ മനുഷ്യൻ സ്ട്രെസ്ഡ് ആവും. ആ സ്ട്രെസ്സ് മാനേജ് ചെയ്തില്ലെങ്കിൽ ബേൺ ഔട്ട് ആവും. പലപ്പോഴും കുട്ടികൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്ത് പോകുന്നതല്ല, എസ്കലേഷൻ സംഭവിക്കണം. നമുക്കറിയാം, ഇതാ പറഞ്ഞു, ഞാനൊരു അധ്യാപകൻ എന്നുള്ള പറഞ്ഞതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹനം. നമ്മുടെ കുട്ടികളുടെ സ്ലീപ്പ് സൈക്കിൾ പലപ്പോഴും ഇന്ന് പ്രോപ്പറല്ല. കാരണം അവരുടെ ഒരു വേൾഡ് ആരംഭിക്കുന്നത് തന്നെ ഈവനിങ്ങിലാണ്. നമുക്കറിയാലോ, പുറത്തൊക്കെ പോകുമ്പോൾ, ഇന്നലെയൊക്കെ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ കണ്ട പാതിര വരെ കുട്ടികൾ ഇങ്ങോട്ട് വന്നുകൊടുക്കാം. നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10:30 അങ്ങോട്ട് പോകുമ്പോൾ ദേ ആർ കമ്മിങ് ടു ദ ബീച്ച്. ഓക്കെ, ഇവിടെ യഥാർത്ഥ പ്രശ്നം ഞാൻ ഇപ്പോഴും കാണുന്നത്, എനിക്ക് 3 മക്കളുണ്ട്. ആസ് എ പാരൻറ്റിങ്ങിലാണ് പ്രശ്നം. കുട്ടികൾക്ക് ഒരു മിനിമം ഒരു 6 hours എങ്കിലും പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അത് അവരുടെ ഹോർമോണൽ റെഗുലേഷനെ ബാധിക്കും, അവരെ ഇമോഷനെ ബാധിക്കും. ആ ഇമോഷണൽ എസ്കലേഷനാണ് പലപ്പോഴും അക്രമമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം സൊസൈറ്റിയിൽ ഉയർന്നു വരുന്ന ഒരു സംഭാഷണമുണ്ട്. അതായത് ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ വഴി, പ്രത്യേകിച്ച് ഈ തന്തവ്യബൊക്കെയുള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. അതായത് ഇന്നത്തെ തലമുറ പോക്കാണ്, അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രൂപത്തിൽ ആ ഒരു തോന്നലുകളെ പറ്റി എന്താണ്? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ എല്ലാ ജനറേഷനും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്ത്, ഞങ്ങൾക്ക് ശേഷം വരുന്നവർ മോശമാണ്. നോക്കൂ, നമ്മളെ കുട്ടികൾ വലിയ ഉദാത്തമായ മാതൃകകൾ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മലപ്പുറം ജില്ലയിലെ പാങ് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുമ്പോൾ സഹപ്രവർത്തകനായ ഒരു അധ്യാപകൻ രാത്രി കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, സാറേ എൻ്റെ അമ്മയെ പോലെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചു. ആദ്യം പുള്ളി കരഞ്ഞു പറയുമ്പോൾ ഞാൻ അമ്മ മരിച്ചത്, എനിക്ക് നാട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം.
ഈ സമയത്ത് സാറ് ഒരു ഓട്ടോക്കാരെ വിളിച്ചാലും കിട്ടൂല. ഞാൻ പറഞ്ഞു സാറേ 2 വർഷം മുന്നത്തെ നമ്മളെ പിള്ളേരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ സാർ ഒരു കുത്ത് പോയിട്ടാൽ അവരവിടെ ഓൺലൈനിൽ ഉണ്ടാവും. രാത്രി 1:30 മണിക്കാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ ഒരു കുത്തിടുമ്പോൾ എന്താ സാറേ എന്ന് വെച്ച് ഒത്തിരി പേര് വരുന്നു. വിഷയം ഇതാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ലൈസൻസ് ഉള്ള ആൾക്കാരെ പറയാൻ പാടുള്ളൂ. 2 വർഷം മുന്നത്തെ പിള്ളേരെ ലൈസൻസ് ഉള്ള 2 ആൾക്കാർ മുന്നോട്ട് വരുന്നു. ഒരാൾ പറഞ്ഞു ഞാനിതാ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ, പടപ്പറമ്പാണ് ആ സ്ഥലം, ഞാനുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മളൊരു പുതിയൊരു അധ്യാപകനാണെന്ന് പറഞ്ഞു നമ്പർ കൊടുക്കുന്നത്. അവർക്കൊരു പരിചയമില്ല, ഈ അധ്യാപകൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ആകെ ഞാനും അവരുമുള്ളൊരു ബന്ധം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു നീഡ് ഉണ്ടെന്ന് പറയുന്നു. വിത്തിൻ ഒരു 10 to 15 minutes വരെ നാഷണൽ ഹൈവേയിൽ സാർ എത്തിച്ചു കൊടുക്കുന്നു. സാർ അവിടെ നിന്ന് പോകും. സാർ എന്നും പറയുന്ന മലപ്പുറത്തെ കുറിച്ച് പറയുന്ന, കുട്ടികളെ കുറിച്ച് പറയുന്നതല്ലേ. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. നമ്മൾ കുട്ടികൾ മോശമല്ല, അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ. സി ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ഇൻഫർമേഷൻ പമ്പിങ് നടക്കുന്ന ഒരു കാലത്താണ് അവർ ജീവിക്കുക. അപ്പം ഇതിലേതെടുക്കണം, ഏതെടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ടീച്ചേഴ്സ് ആ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള പണിയിൽ നിന്ന് മാറിയിട്ട് ഒരു മെൻറ്റേഴ്സ് എന്നുള്ള റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ശരിയാവും. അതിൽ ആദ്യമേ പറയാനുള്ളത് ടീച്ചേഴ്സിന് കുട്ടികളെ പേരറിയണം. അത് ഷെഫ്ക്കൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ പേരറിയുന്ന, ആ പേര് നമ്മളെ പല ടോണിൽ ആ പേര് വിളിക്കാം. ആ ടോണുകളിലൊക്കെയും വിളിക്കാൻ അധികാരമുള്ള ഒരു അധ്യാപകനാകുമ്പോൾ ആ അധ്യാപകൻ ഇന്നും കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. കുട്ടികളൊട്ടും മോശമൊന്നും. ഒരു എഡ്യൂക്കേഷൻ സ്പേസിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിലവിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഒരു 15 വർഷം മുമ്പുള്ള തലമുറയല്ല ഇപ്പോഴത്തെ തലമുറ. കാരണം ഇപ്പം ഇൻ്റർനെറ്റ് സജീവമാണ്, മൊബൈലുകൾ ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അവരുടെ ഒരു മേജർ കൺസേൺ ആവാൻ സാധ്യത വളരെ കുറവുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഏരിയയിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയായിരിക്കും കുട്ടികൾ, താങ്കളുടെ ഒരു സ്ട്രാറ്റജി എന്താണ് കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ, നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ കൂടാതെ? എനിക്ക് തോന്നുന്നു നമ്മളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അറിയാതെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഗുരു എന്ന് പറയുന്ന ആ ഒരു ഭയബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ ദൈവികമായി കാണുന്ന ഒരു കാഴ്ചപ്പാട്, അതുപോലെ പുസ്തകത്തെ നമുക്കറിയാം, നമ്മളെ സുഹൃത്തുക്കളൊക്കെയും പുസ്തകം വീണാൽ അതിനെടുത്ത് ചുംബിക്കുന്ന, അതിനോട് സോറി പറയുന്ന ഒരു കൾച്ചർ നമ്മളെ ഉള്ളിലുണ്ട്. അത് നമ്മളെ അബോധത്തിൽ ഇപ്പോഴുണ്ട്. ആ അബോധത്തെ ഞാൻ അതിനെ ഒരിക്കലും മോശമായി കാണുകയല്ല. പക്ഷെ ആ അബോധം പേറുന്നത് കൊണ്ട് തന്നെ ഇന്ന് പുസ്തകം വായിക്കാത്ത കുട്ടികളോട് നമുക്കൊരു തരത്തിലുള്ള ഒരു അലർജി ഉണ്ട്. ഇതാണ് യഥാർത്ഥ ഇഷ്യൂ. നോളജ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ പുസ്തകം വായിക്കണമെന്നൊന്നുമില്ല. അറിവ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ആ അറിവിനെ പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിന് കാണുന്ന ഒരു തലമുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി കുട്ടികൾ അറിവുണ്ടാക്കട്ടെ, ആ അറിവിനെ പ്രയോഗവൽക്കരിക്കട്ടെ എന്നുള്ളതിനാണ് നമ്മളിന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നോക്കൂ, വളരെ ലളിതമായി പറയാം, ഇത് പറഞ്ഞ ഒരുപക്ഷെ അധ്യാപകർ തന്നെ എടുത്തിട്ട് അലക്കും, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സാങ്കല്പിക കാര്യം പറയണം. ഒരു ഡോക്ടർ അയാളൊരു കോമ സ്റ്റേജിലേക്ക് പോയി, ഒരു 20 വർഷത്തിന് ശേഷം അയാൾക്ക് ബോധം തിരിച്ചു വന്ന്, അല്ലെങ്കിൽ ഒരു 30 വർഷത്തിന് ശേഷമോ 50 വർഷത്തിന് ശേഷമോ തിരിച്ചു വന്നാൽ, അയാൾ തിരിച്ചു വരുമ്പോൾ അന്നുള്ള ഒരു ടെക്നോളജി അല്ല ഇന്നുള്ളത്. ഇമേജിങ്ങിലോ പരിശോധനയിലോ മരുന്നുകളിലോ ഒന്നുമല്ല. ഒരു എൻജിനീയർ ഒരു 30 വർഷത്തെയോ 50 വർഷത്തെയോ കോമ കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാങ്കല്പിക ലോകത്തേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഒരു അധ്യാപകൻ കഴിഞ്ഞ 200 വർഷം മുന്നേ ബോധം പോയതാണെങ്കിലും തിരിച്ചു വരുമ്പോഴും അയാൾക്ക് എടുക്കാനുള്ളത് അതേ ചോക്കും ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയാൻ പറ്റും. ഓക്കെ, ഞാനും അധ്യാപകനായിരിക്കുകയാണ് ഞാൻ ഈ പറയേണ്ടത്. പക്ഷെ ഇതിനകത്ത് നവീനമായ സാധ്യതകളെ കൊണ്ടുവരാത്തോടത്തോളം കാലം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെയൊക്കെയും കോമൺ സുഹൃത്തുക്കളായ AI മേഖലയിലുള്ള ഒരുപാട് എക്സ്പെർട്ടുകൾ ഒരു വിത്തിൻ ഒരു 5 year കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെയും വാഷ് ഔട്ടാവും. സോ പുസ്തകത്തിലുള്ള അറിവ് നോക്കൂ, ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ഷാപ്ക കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ, പരീക്ഷ കഥയില്ലേ? ജീവിതത്തിൽ ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്?
പോട്ടെ, H ഈസ് ഈക്വൽ ടു I²RT എന്ന് നമ്മൾ എല്ലാവരും പഠിക്കുന്നു. എന്നിട്ട് H എങ്ങനെ കാണും, I എങ്ങനെ കാണും, R എങ്ങനെ കാണും. നമ്മൾ ആരെയെങ്കിലും സ്കൂളിൽ ഫീസ് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്? പോട്ടെ, ഒരു വീട്ടിൽ കറണ്ട് പോയാൽ അതിൻ്റെ SOP, ഒരു സിമ്പിൾ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ELCB പൊക്കാൻ പോലും 500 രൂപക്ക് ഇലക്ട്രീഷ്യനെ കാത്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ചെയ്യുന്നത്. സോ പുസ്തകം വേണം, അതൊരു റെഫറൻസ് ആണ്. പക്ഷെ ആ അറിവ് എവിടുന്നെങ്കിലും ഉണ്ടാക്കണം. ആ അറിവിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ പ്രയോഗവൽക്കരണം കുട്ടികൾക്ക്. നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി താങ്കളുടെ റിസർച്ച് ഏരിയയിലേക്ക് തന്നെ ലാസ്റ്റ് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്കളുടെ റിസർച്ച് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഓഫ് ഇൻ്റലക്ച്വലി ചാലഞ്ച്ഡ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് റിസർച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവും, താങ്കളുടെ സജഷൻസും ഒക്കെ ഉണ്ടാവും. അതൊന്ന് ചുരുക്കി പറയാൻ പറ്റുന്നത്? ഒന്ന്, നമ്മൾ റിസർച്ചിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഫൈൻഡിങ് ഒന്നും പുറത്തു വിട്ടില്ല. അതുകൊണ്ട് എല്ലാതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി സിംപ്ലിലി പറയാനുള്ളത് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഓഫ് ഇന്റലക്ച്വലി ചാലഞ്ച്ഡ് ഈ ഒരു ഏരിയയിൽ കേരളത്തിലെ സിനാരിയോയിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്നും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഒരു ഏരിയ. ഫസ്റ്റ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു, ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ പല ഫൈൻഡിങ്സും സ്ഫോടനാത്മകമാണ് എന്നാൽ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അത് പുറത്തു വരുമ്പോൾ ചിലപ്പം ജനറലി സ്പീക്കിംഗ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഒക്കെ ഇൻ്റലക്ച്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പിന്നെ റീഹാബിലിറ്റേഷൻ, അത് വൊക്കേഷണലാണെങ്കിലും ഈ പറഞ്ഞ ഏർലി ഇൻ്റർവെൻഷൻ മുതലുള്ള സംഗതികൾ, അതിൻ്റെ ഒരു സ്റ്റേജ് എന്താണ്? നേരത്തെ പറഞ്ഞ ഡെഫ് ബ്ലൈൻഡിൻ്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നിലവിലുള്ള സ്റ്റേജ്? നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ ഒരു ചരിത്രം പറയുമ്പോൾ ഒരു ഇരുണ്ട കാലഘട്ടം, അതായത് ഇങ്ങനെയുള്ള ഒരാളുണ്ട് എന്ന് അറിയുന്നത് പോലും പുറമേക്ക് പറ്റാത്ത, ഈവൻ ചില രാജ്യങ്ങളിലൊക്കെ ഗ്രീക്ക് സിസ്റ്റത്തിലൊക്കെ അവർ കൊന്നുകളയുന്ന ഒരു രീതിയാണ്. ഓക്കെ, പിന്നീട് ഇവര് കുറച്ച് ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്തു, പക്ഷെ അപ്പോഴും നല്ല കാര്യങ്ങൾക്കൊന്നും പുറത്തിറക്കൂല. എന്തെങ്കിലും ഒക്കെ പശുവിനെ നോക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചു. പിന്നീടാണ് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാലഘട്ടം ഒരു 1700-കളുടെ അവസാനത്തിലാണ് തുടങ്ങി. അവിടെ നിന്ന് ആ വിദ്യാഭ്യാസം ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ല, ഇവരെ സ്പെഷ്യൽ സ്കൂൾ ശരിയല്ല, ഇവരെ ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഇൻ്റഗ്രേഷൻ നമ്മൾ ഇൻക്ലൂഷനിലേക്ക് വന്നു. ആ ഇൻക്ലൂഷനും ശേഷം നമ്മൾ ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറയും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എഡ്യൂക്കേഷനിൽ ഈ ഘട്ടങ്ങളൊക്കെ സക്സസ്ഫുള്ളി നമ്മൾ കടന്നു വന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാലമാങ്ക കോൺഫറൻസ് വന്നിട്ട് 26 വർഷം, 2000-ലാണ് അത് വരുന്നത്. ബട്ട് വൊക്കേഷനല്ലേ നമ്മളിപ്പോഴും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളൊരു കൺവെൻഷണൽ ബോക്സിന് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. ലളിതമായൊരു ചോദ്യം, ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും, പക്ഷെ നമുക്ക് ബോൾ പെൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ കൂടെയുള്ള ക്യാമറ പേഴ്സൺസ് ഒക്കെ ഉണ്ട്. നിങ്ങളൊരു ബോൾ പെന്നിനകത്ത് റീഫില്ലർ ഇട്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? പുതിയത് വാങ്ങിക്കുന്നു എന്നല്ലാണ്ട് ഇതുവരെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. റീഫില്ലർ ഇട്ടിട്ടുണ്ടോ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചറാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്, അത് ഞാൻ ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങൾ അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ CDMRT ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു 5-6 സംഘടന യൂത്ത് നേതാക്കന്മാരെ വിളിച്ച് നമ്മളൊരു 10 മിനിറ്റ് ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ റീഫില്ലർ ഇന്നും അവൈലബിൾ ആണ്. ശരാശരി ഒരു 12 രൂപ മുതൽ 20 രൂപ വരെയാണ് നമ്മൾ റീഫില്ലർ വാങ്ങുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷെ 2.5 രൂപക്ക് 3 രൂപക്ക് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്ത് കിട്ടും? റീഫില്ലർ കിട്ടും. ഇത് ഇങ്ങനെ ഊരിയിട്ട് അതിലേക്ക് തിരിച്ചിടാൻ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. ഏതൊരു അടങ്ങിയിരിക്കുന്ന പ്രകൃതമുള്ള ഏതൊരു മനുഷ്യനും പറ്റും. ഇൻ്റലക്ച്വലി പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് പറ്റും. നമുക്ക് ഓൾറെഡി അവിടെ ഒരു വൊക്കേഷണൽ യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഒന്നിനും, അതായത് ഒരു സോഷ്യൽ എക്സ്പോഷറിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രശ്നക്കാരാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയും വളരെ കംഫർട്ടായ സ്ഥലത്ത് ഇരുത്തി അവർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ മാർക്കറ്റോടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിദ്യാർത്ഥി നേതാക്കന്മാരോട് ഇതിൻ്റെ ആവശ്യകത പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് ഇത് കൊടുക്കുന്ന സ്റ്റുഡൻസ് ട്രാപ്പിനടുത്ത് ഒരു ചെറിയ മനോഹരമായ ഒരു കൗണ്ടർ, അവിടെ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ എന്ത് ചെയ്യണം? ദൃശ്യവൽക്കരിക്കണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വരണം, വാർത്തക്കാർ വരണം, പത്രക്കാർ വരണം. ആൻഡ് ഇതിൻ്റെ ഒരു എക്കണോമിക്സിനെ കുറിച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ബോധിപ്പിച്ചു. സോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷന് സാധ്യതകൾ അനന്തമാണ്.
നമ്മൾ ആ ഏരിയ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ നോക്കൂ. നമുക്കിവിടെ ഹൈലൈറ്റിൽ 89 രൂപക്ക് കട്ട് ഫ്രൂട്ട്സ് കിട്ടും അല്ലേ? ഈ സാധനം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിട്ടില്ല. അവിടെ ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ട്, ഇഷ്ടംപോലെ റിസർച്ചേഴ്സ് ഉണ്ട്, നല്ല വൃത്തിയുള്ള കട്ട് ചെയ്യാൻ അറിയുന്ന, ഡ്രോളിങ് ഇല്ലാത്ത ഒരു 2-3 ആൾക്കാർ അങ്ങനെ ഒരു യൂണിറ്റ് ഏൽപ്പിച്ചാൽ അവർക്ക് അത് റൺ ചെയ്യാം. സോ നമ്മൾ റഹീമുദ്ദീൻ സാറ് അവിടെ ജോയിൻറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ജയൻ സാറും അതേപോലെ തന്നെ എൻ്റെ ഗൈഡായ മണികണ്ഠ സാറൊക്കെ നേതൃത്വത്തിൽ നമ്മളൊരു ചെറിയൊരു ചിന്തയിൽ തുടങ്ങിയതാണ്. ഇന്ന് 4-5 സെൻറ്ററിൽ യൂണിവേഴ്സിറ്റിക്കകത്ത് ഇത്തരം കുട്ടികളെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ ചായ ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ള കുട്ടിക്ക് ഗാർഡനിൽ. അപ്പോൾ ഇനീഷ്യലി അവർ ഒരു വോളണ്ടിയറായി വരട്ടെ, അവിടുന്ന് സ്കില്ലായി കഴിയുമ്പോൾ അവരെ ട്രാൻസിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു സോഷ്യൽ ഇൻക്ലൂസിവിറ്റിയുടെ മോഡലാണ് യഥാർത്ഥത്തിൽ വൊക്കേഷനിൽ ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മൾ റൂമിനകത്ത് ഓടി നടക്കാൻ ആഗ്രഹമുള്ളവനെ പിടിച്ച് കുട ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ, സിംപ്ലിലി പറഞ്ഞാൽ തോട്ടം നടത്തവനെ പിടിച്ച് ഇത് ചെയ്താൽ അവൻ തോട്ടക്കാരനല്ല, അവൻ വേട്ടക്കാരനാണ് അവൻ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊക്കെ കടന്നു വന്ന 1-2 വാക്കുകളാണ് NGO, ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റീസ്, ഇതൊക്കെ. അപ്പം ഇപ്പോൾ ഡെഫ് ബ്ലൈൻഡ്സ് ഇഷ്യൂസ് ആണെങ്കിലും ഇൻ്റലക്ച്വലി ചാലഞ്ചർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ വേറെ ഏത് സ്പെഷ്യൽ എബിലിറ്റിയുടെ കേസാണെങ്കിലും ഉത്തരവാദിത്തം, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് ആരാണ്? അതിനകത്ത് എന്തെങ്കിലും ഒരു ഹൈറാർക്കി ഉണ്ടോ? ഗവൺമെൻറ്, സൊസൈറ്റി, NGOs, അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് സാധ്യമാവുക PPP ആണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. കാരണം ഗവൺമെൻറ്റുകൾ അതിൻ്റെ വികസനത്തിൻ്റെ ഒരുപാട് തലങ്ങൾ താണ്ടി, നമുക്കറിയാം ഓരോ വർഷം നമ്മളെ പൊതുകടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ഈ ആളുകൾക്ക് വേണ്ടിയുള്ള സ്കൂളുകൾ തുടങ്ങണം, അതിനുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ തുടങ്ങണം എന്ന് പറയുമ്പോൾ അത് ഏതൊരു ഗവൺമെൻറ്റിനാണെങ്കിലും അത് ഏറ്റെടുക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. കുറേ മുന്നേ ചെയ്യേണ്ടതായിരുന്നു, ആ അഭിപ്രായമുണ്ട്. പക്ഷേ ഇനി ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ, സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റിലൂടെ, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെയാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ് ഈ കുറച്ച് കാലത്തുള്ള റിസർച്ചിന് എനിക്ക് തോന്നുന്നു. KLF കഴിഞ്ഞ ഉടനെ തന്നെ കോഴിക്കോട് ബീച്ചിൽ അതേ ലൊക്കേഷനിൽ ഒരു KDF നടന്നു, കേരള ഡിസബിലിറ്റി ഫെസ്റ്റ്. അത്തരത്തിലുള്ള ഫെസ്റ്റുകൾ എങ്ങനെയാണ് ഉപകരിക്കുക? അത് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ? ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്നുള്ള ആംഗിളിൽ ഇത് വളരെ പ്രധാനമാണ്. എൻ്റെ ആഗ്രഹിക്കാമല്ലോ നമുക്ക് ഇന്ന് ഒരു വലിയ പ്രശ്നമാണ് ഭിന്നശേഷിക്കാരായ ആളുകളുടെ തൊഴിൽ നിയമനം. കാരണം അവർക്ക് നിയമനം കൊടുക്കാത്തതുകൊണ്ട് മറ്റുള്ളവരെ നിയമനം കൂടി ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഗവൺമെൻറ് ചില സ്റ്റെപ്പുകൾ എടുത്തു ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു KDF എഡിഷനിലെങ്കിൽ ഇത് കാണുന്ന കഴിഞ്ഞ വർഷത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ഉപകരിക്കട്ടെ, മറ്റുള്ള ആളുകൾ ചിന്തിക്കട്ടെ. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെർച്വൽ, ഫിസിക്കലി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്, ഒരു വെർച്വൽ ഒരു KDF നടത്തി കഴിഞ്ഞാൽ, കാരണം ഇത്തരം ആളുകളെ ആപ്റ്റായ, എന്താ പറയുക, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുമല്ലോ, ആളുകൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് അധ്യാപകർക്ക് നിയമനം കൊടുക്കാൻ പറ്റാത്തൊരു കൂട്ടം ആളുകൾ, ഇപ്പം പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു ഭാഗത്തുണ്ട്, ജോലി ഇല്ലാത്ത ഒരു കൂട്ടർ ഇവിടെയുണ്ട്. വെർച്വലി ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഇവർക്ക് ജോലി കിട്ടുന്നത് മാത്രമല്ല, മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തീരും. അപ്പോൾ അടുത്തൊരു ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു വെർച്വൽ ഡിസബിലിറ്റി ഫെസ്റ്റിവൽ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഒരു വെർച്വൽ ഡിസബിലിറ്റി ഫെസ്റ്റിവൽ സാധ്യമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സെൻസിറ്റൈസേഷൻ എന്നുള്ള ആംഗിളിൽ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരു സജഷൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ്. കാരണം ഇതിന് വരാൻ കഴിയാത്ത വീടകങ്ങളിലുള്ള ഒത്തിരി ആൾക്കാർ സങ്കടപ്പെട്ട ആ ആളുകളെയും കൂടിയും എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് മോഡൽ. അല്ല, ഞാൻ അതിന് പോവുകയും ഞാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്തതുകൊണ്ട് കൂടെ ചോദിച്ച ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം, ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡിസബിലിറ്റീസിനെ പറ്റി സംസാരിച്ചു, പിന്നെ അതിൻ്റെ സൊസൈറ്റിയും അക്കാഡമിയും ഗവൺമെൻറ്റും NGOs ഒക്കെ നിലപാടുകളൊക്കെ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നൊരു പ്രേക്ഷകന് ഉള്ളിൽ വരുന്നൊരു സംശയം ഉണ്ടാവും. ഈ ലെവലിൽ ഒരു എക്സ്പേർട്ട് ആവാൻ വേണ്ടി താങ്കൾ അക്കാഡമിക്കലി സഞ്ചരിച്ച വഴിയും താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഏരിയയിൽ എത്തിയെന്നുള്ളതിൻ്റെ ഒരു മറുപടി. ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നമ്മളുടെ എക്സ്പോഷറും എക്സ്പീരിയൻസാണ്
ഒരാളെ മോൾഡ് ചെയ്യപ്പെടും അല്ലേ. നമ്മളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ഒക്കെ വർക്ക് ചെയ്യുമെങ്കിലും ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരാളുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പോഷർ എക്സ്പീരിയൻസ്. ഒരാൾ എക്സ്പേർട്ടായി മാറി ഈ പറഞ്ഞ എക്സ്പീരിയൻസും എക്സ്പോഷറും ഉണ്ടാവണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ +2 പ്രായത്തിൽ ഞാൻ VHSCയിൽ പഠിച്ചത് ECG ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ കോഴ്സാണ്. അപ്പോൾ എനിക്ക് ECGയേക്കാൾ കൂടുതൽ കൗതുകം ഉണ്ടായിരുന്നത് ഈ ഓഡിയോമെട്രിയിലായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ +1 പ്രായത്തിൽ തന്നെ ആംഗ്യ ഭാഷ പഠിച്ച് ഈ ഹിയറിംഗ് ഇമ്പേർഡിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ വീട്ടുകാരെല്ലാവരും അധ്യാപകരായതുകൊണ്ട് ഞാനൊരു അധ്യാപകനാവാൻ നിർബന്ധിതനായി. ആ TTCയിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ആൾക്കാർ ബ്ലൈൻഡായിരുന്നു. അപ്പോൾ എനിക്ക് കുറേയും കൂടി ഇവരെ ഏരിയയിൽ പഠനം നടത്താൻ തോന്നി. അങ്ങനെയുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ ഡെഫ് ബ്ലൈൻഡ്നെസ്സിലെ കോഴ്സ് കാണുന്നത്. അങ്ങനെ അതിന് പോയി. അങ്ങനെ ഡെഫ് ബ്ലൈൻഡ്നെസ് മേഖലയിൽ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് പ്രോഗ്രാം, പലതരത്തിലുള്ള പരിപാടികൾ എഴുതിയിട്ടുണ്ട്. ഈവൻ തെരുവ് നാടകം വരെ തമിഴ്നാട്ടിൽ, കേരളത്തിൽ നമുക്ക് ആ സമയത്ത് സെൻസിറ്റൈസേഷൻ വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ വിളിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം പോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ സർക്കാർ ജോലിയുടെ സൗകര്യത്തിൽ പ്രൈമറി സ്കൂൾ ടീച്ചറായി. പക്ഷെ അവിടെ നിന്ന് 2 വർഷം കൊണ്ട് ഞാൻ വീണ്ടും ലീവ് എടുത്ത് സൈക്കോളജിയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ പിന്നീട് ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞു. അങ്ങനെ എനിക്കാണ് CDMRP എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലൈസൺ ഓഫീസർ കൂടിയായിരുന്നു. അപ്പോൾ അതിന് ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണ വരെയുള്ള ഒരു സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വായിച്ചതിനേക്കാൾ കൂടുതൽ, നമുക്കറിയില്ല, ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ എപ്പോഴും നമ്മളെ കോണ്ടെക്സ്റ്റാണ് നമ്മളെ സ്വാധീനിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ ജീവിതാനുഭവങ്ങളും എക്സ്പോഷറും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മേഖലയിൽ. ഇത്രയും നേരം നമ്മളുമായി പലതരത്തിലുള്ള ഡിസബിലിറ്റീസിനെയും സ്പെഷ്യൽ എബിലിറ്റീസിനെയൊക്കെ പറ്റി സംസാരിച്ചത് അബ്ദുൽ ഷുക്കൂർ TK ആണ്. ടൈം ലൈനുമായി ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് ഷുക്കൂറിന് നന്ദി.